ഒരു കച്ചവടക്കാരൻ 5 രൂപ നിരക്കിൽ ധാന്യം വിറ്റുവരികയായിരുന്നു. ഒരു ദിവസം അയാൾ ചിന്തിച്ചു, ലാഭം കുറയുന്നു, കിലോയ്ക്ക് 10 രൂപയാക്കിയാൽ എന്താ? പക്ഷേ അതിന് രാജാവിൻ്റെ അനുവാദം വേണം. അയാൾ മഹാരാജാവിനെ പോയി കണ്ടു. രാജൻ കിലോയ്ക്ക് 10 രൂപ നിരക്കിൽ ധാന്യം വിൽക്കാൻ അനുമതി തരണം എന്നാവശ്യപ്പെട്ടു. രാജാവ് പറഞ്ഞു, 10 രൂപയല്ല 30 രൂപയാക്കിക്കോളൂ. അങ്ങനെ ആയാൽ നഗരത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെടുമെന്ന് കച്ചവടക്കാരൻ ഓർമ്മിപ്പിച്ചു. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. കച്ചവടക്കാരൻ വില 30 രൂപയാക്കി ഉയർത്തി. എന്നാൽ ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധമുണ്ടാക്കി. അവർ രാജാവിനെ പോയി കണ്ട് പരാതി പറഞ്ഞു. രാജാവ് പ്രശ്നം കേട്ട് കച്ചവടക്കാരനെ വിളിച്ചു വരുത്തി ഇങ്ങനെ ശാസിച്ചു, എൻ്റെ രാജ്യത്ത് ആളുകളെ കബളിപ്പിക്കാൻ സാധിക്കില്ല. നാളെ മുതൽ നീ പകുതി വിലയ്ക്ക് ധാന്യം വിറ്റാൽ മതി, അല്ലെങ്കിൽ രാജ്യം വിടണം. രാജാവിൻ്റെ ഈ പ്രഖ്യാപനം കേട്ട് ജനങ്ങൾ ഒന്നാകെ ആർപ്പുവിളികളോടെ അദ്ദേഹത്തിന് ജയാരവം മുഴക്കി. അങ്ങനെ 5 രൂപയ്ക്ക് വിറ്റിരുന്ന ധാന്യം 15 രൂപയായി മാറി. കച്ചവടക്കാരനും സന്തോഷം, ജനങ്ങൾക്കും സന്തോഷം, രാജാവിനും സന്തോഷം. ഇതുകൊണ്ടാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിവുള്ളവരാണ് യഥാർത്ഥ ഭരണാധികാരികൾ എന്ന് പലപ്പോഴും പറയേണ്ടി വരുന്നത്.